ചേനപ്പാടി പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം കൗണ്ടർ സമർപ്പണവും നടപ്പന്തൽ പണിയുന്നതിന്റെ ശിലാസ്ഥാപനവും നടന്നു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ ആണ് ചടങ്ങുകൾക്കായി എത്തിയത്. ക്ഷേത്രത്തിലെത്തിയ MLAയെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് പുതുതായി നിർമ്മിച്ച ദേവസ്വം കൗണ്ടർ ഭക്തർക്കായി സമർപ്പിച്ചു. NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹനൻ നടൽപന്തലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിന് നമ്മുടെ ഈ ശബരിമല ഉപകാരം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത്രയും മനോഹരമായ ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ശബരിമല. അതിനെ എങ്ങനെ ആധുനിക രീതിയിൽ പരിഷ്കരിച്ച് ഏറ്റവും നല്ല ഒരു ക്ലീൻ സാഹചര്യത്തിൽ, കാരണം നമുക്കറിയാം എരുമേലിയുടെയൊക്കെ സാഹചര്യം വളരെ മോശമാണ് അവിടുത്തെ സാഹചര്യം. അപ്പോൾ ഒരു മിനിമം ഒറ്റയടിക്ക് നടന്നില്ലെങ്കിൽ ഒരു 100-200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ ലാഹ തൊട്ട് പമ്പ തൊട്ട് അവിടുത്തെ പഴകുളം മധു ഉൾപ്പെടുന്ന MLA ഉൾപ്പെടെ ആൻ്റണി ഉൾപ്പെടെ MP ഉൾപ്പെടെ എല്ലാവരെയും കഴിഞ്ഞ ദിവസം ബഹുമാനായ ദേവസ്വം മന്ത്രി വിളിച്ചു ചേർത്തിരുന്നു ഇത് സംബന്ധിച്ചുള്ള. കാരണം ശബരിമല തീർത്ഥാടനം വരുമ്പം സാധാരണഗതിയിൽ ഒരു മാസം മുമ്പ് മീറ്റിംഗ് വിളിക്കും, എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു പരിപാടി നടത്തും. അവസാനം വരുന്ന ആളുകൾ മുഴുവൻ അവിടെ യാതൊരു സൗകര്യങ്ങളുമില്ലാതെ, അടിസ്ഥാന സൗകര്യമില്ലാതെ ചിലരെ വഴിയിൽ തടഞ്ഞ് നിർത്തുന്നൊരു സാഹചര്യം. അപ്പം അങ്ങനെയുള്ള വിവിധ കാനന പാതകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുടെയും കാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ടാകും എന്ന് പറയുവാൻ ഉദ്ദേശിക്കുക. ദേവസ്വം ചെയർമാൻ ബാബുക്കുട്ടൻ നായർ അധ്യക്ഷനായി. ന്യൂറോ സയൻസിൽ 4ാം റാങ്ക് നേടിയ അമിത് പ്രകാശിനെ യോഗത്തിൽ ആദരിച്ചു. എരുമേലി പഞ്ചായത്ത് അംഗം നീതു പ്രശാന്ത്, NSS യൂണിയൻ കമ്മിറ്റി അംഗം രവീന്ദ്രനാഥ്, രാജൻ CU, ബാബു ശിവരംഗത്ത്, രഞ്ജിത്ത് S നായർ തുടങ്ങിയവർ പങ്കെടുത്തു. തായ്ലൻഡിൽ വികസിപ്പിച്ചെടുത്ത ലോട്ടസ് ബാംബു MLAക്ക് ഉപഹാരമായി നൽകി. ലോട്ടസ് ബാബു ആദ്യമായി കൃഷി ചെയ്ത ലാൽ പ്ലാപ്പള്ളി MLAക്ക് ഉപഹാരം സമർപ്പിച്ചു. സമ്മേളനത്തിന് ശേഷം MLA ക്ഷേത്രത്തിലെ ഗോശാല സന്ദർശിച്ചു. തുടർന്ന് പ്രസാദമൂട്ടിലും പങ്കെടുത്ത ശേഷമാണ് MLA മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.